ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോണേ കേട്ടോ. വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഒരാൾ ഹായ് പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കണ്ടോ. ഞാനപ്പോൾ ഒരു ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആണെന്ന്. അതേ, ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ 3 പേരുള്ളല്ലോ, ഒരാൾ എന്തേന്ന്. അതും ഒരു സർപ്രൈസ് ആണ്. അങ്ങനെ കേക്കൊക്കെ ഞാൻ പാക്ക് ചെയ്തു. പുറത്തോട്ടേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഹസ്ബൻഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ പോണത്. അങ്ങനെ കൊച്ചാണെങ്കിൽ പുറകെ നടന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്ക്, ബാക്കിലോട്ട് എടുക്ക് എന്നൊക്കെ എന്താണ്ടൊക്കെ അച്ഛനോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ്ടോ ഗൈസ്. പുള്ളി ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. അച്ഛനോട് സൈഡ് പറഞ്ഞൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പയ്യെ ആള് റോട്ടിലോട്ട് വണ്ടി ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഗേറ്റ് ഒക്കെ അടച്ച് വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോണേണ്. കേക്ക് ഞാനെടുത്ത് നേരത്തെ ഡിക്കിയിലോട്ട് വെച്ചിട്ടോ. അങ്ങനെ കയറാൻ വേണ്ടി നിന്നപ്പോഴാണ് ദേ പുള്ളിക്കാരൻ നേരത്തെ സീറ്റ് പിടിച്ചിരുന്നു. അങ്ങനെ ചെറുക്കൻ അങ്ങോട്ട് മാറ്റി ഞാൻ കയറി അങ്ങോട്ട് ഇരുന്നു. അപ്പോഴാണ് ഈ ഫ്രണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഭാഗങ്ങൾ വീഡിയോ എടുത്തപ്പോൾ കാണാൻ, ഫോണിൽ കൂടി കാണാൻ നല്ല ഭംഗി കാണാനായിട്ട്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഇത്രക്ക് ഫീൽ തോന്നിയിട്ടില്ല. പക്ഷെ വീഡിയോ എടുത്തപ്പോഴാണ് ആ ഒരു ഭംഗി എനിക്ക് മനസ്സിലായത്. നല്ല നല്ല സൂപ്പർ ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പയ്യെ വണ്ടി എടുത്ത് ഞങ്ങൾ പോണ കേട്ടോ. ഇത് ഞങ്ങൾ പോണ വഴിയാണ്. പയ്യെ പയ്യെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇടക്ക് എൻ്റെ ചാച്ചന്റെ മോള് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളും കൊച്ചും കൂടി കയറാൻ പോണേണ്. അപ്പൊ കൊച്ചിനെ കണ്ടപ്പോ ഹായ് പറയാൻ പറഞ്ഞപ്പോ കൊച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളെയും കയറ്റി ഞങ്ങൾ പയ്യെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാവരും ഉണ്ടല്ലോ, ഒരാൾക്കുടെ ഒരു കുറവുണ്ടല്ലോ എന്ന്. അതെ, ഞങ്ങളുടെ തക്കുടുക്കുട്ടിയുടെ കുറവുണ്ട്. ആ തക്കുടുക്കുട്ടിക്കാണ് ഞങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. പുള്ളിക്കാരുടെ ബർത്ത്ഡേ സെപ്റ്റംബർ 2-നാണ്. എപ്പോഴും സ്കൂൾ അവധിക്കായിരിക്കുള്ളൂ പുള്ളിയുടെ ബർത്ത്ഡേ. എപ്പോഴും ആൾക്ക് പരാതിയുമാണ്, എൻ്റെ ബർത്ത്ഡേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആഘോഷിക്കാൻ പറ്റാറില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പുള്ളിക്കാരത്തി പരാതിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്നാ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന്. ഇന്ന് ലാസ്റ്റ് എക്സാം ആണ്. അപ്പോൾ ഞാൻ മിസ്സിനോട് നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കേക്കായിട്ട് വന്നിട്ട് ഒന്ന് കട്ട് ചെയ്തോട്ടെ, അവൾക്ക് ഭയങ്കര ഹാപ്പി ആകുമെന്ന്. അപ്പോൾ മിസ് അപ്പോൾ സമ്മതിച്ചു വന്നു. എക്സാം കഴിഞ്ഞ് മിസ് വിളിക്കാം, അപ്പോൾ വന്ന് കേക്ക് കട്ട് ചെയ്തെന്ന്. ഇന്നാണെങ്കിൽ അവരുടെ സെലിബ്രേഷൻ ആണ്. അപ്പോൾ കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ് അവൾ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ പോയി കേക്ക് കട്ട് ചെയ്യാന്ന്. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ബേക്കറി കയറി മിഠായിയും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിഠായി മേടിക്കാൻ വേണ്ടി ഞാനും ഞങ്ങളുടെ കുഞ്ഞു കുട്ടിക്കുറുമ്പനും കൂടി കടയിൽ കയറി. അപ്പോൾ വേറെ മിഠായിയൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരെണ്ണം ഞങ്ങളുടെ കല്ലുക്കുട്ടിക്കും കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും തക്കടുവിന്റെ ഒരു എന്താ പറയാ, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഞങ്ങളുടെ എൻട്രി കാണുമ്പോൾ എന്തായിരിക്കും അവളുടെ ഒരു ഹാപ്പിനെസ് എന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. അങ്ങനെ സ്കൂളിന്റെ ഫ്രണ്ടിലെത്തി. അവൾ പഠിക്കുന്നത് സെന്റ് അംബ്രോസ് LP സ്കൂൾ എടവനക്കാടാണ് കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. മിസ്സിനെ ഞാൻ മിസ്സിനെ വിളിച്ചപ്പോൾ മിസ് പറഞ്ഞു പോന്നോളൂ, അവൾ ക്ലാസ്സിൽ തന്നെ ഇരിപ്പുണ്ട്, പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പയ്യെ ഞാൻ കേക്കൊക്കെ എടുത്ത്, കേക്ക് കാറിൽ നിന്ന് ഞാൻ എടുക്കാൻ വേണ്ടി പോണേ കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് കേക്കൊക്കെ എടുത്ത് എന്താണ്ടും അതിൻ്റെ ഇടയിൽ എന്താണ്ടൊക്കെ ഇന്ന് പറയുന്നുണ്ട്, എന്തെന്നാന്നൊക്കെ എനിക്കെന്നെ ഓർമ്മയില്ല. അങ്ങനെ പയ്യെ കേക്കൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി പോണേ കേട്ടോ. എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇമ്പുക്കുട്ടനാണെങ്കിൽ ഭയങ്കര സ്പീഡിന് പോണേ കേട്ടോ ഗൈസ്.
ചേച്ചിയുടെ സ്കൂളിൽ ചേച്ചിയുടെ ക്ലാസ്സിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയിൽ ഭയങ്കര സ്പീഡിലൊക്കെ നടന്നു പോണേണ്. അങ്ങനെ നമ്മ കൊച്ചിന്റെ ക്ലാസ്സിലോട്ട് കയറി. മിസ്സുമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. പുള്ളിക്കാരി ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ചെല്ലി കേട്ടോ. പുള്ളി കണ്ടിട്ടില്ല ഞങ്ങൾ ചെന്നേക്കണത്. കാണുമ്പോഴുള്ളൊരു നാണം കണ്ടു പെണ്ണിന്റെ. അവളാകെ ആകെ വണ്ടനടിച്ച പോലെ ഇരിക്കുക കേട്ടോ. എന്താണിത് എന്നുള്ള രീതിയിൽ ബർത്ത്ഡേ കേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ അവളാകെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഗൈസ്. ഞങ്ങൾ ചെന്നപ്പോ ആൾക്ക് ചമ്മലാണോ ഇങ്ങനെ കരച്ചിൽ വരുന്ന എന്താണെന്ന് പോലും പുള്ളിക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ രീതിയിലായിരുന്നു ആള് ഭയങ്കര പ്രതീക്ഷിച്ചു പോയില്ല. ഇത് എല്ലാവരും കൂടി വന്നിട്ട് ഞാൻ ഇത് നെറ്റിപ്പോയായിരുന്നു കേട്ടോ ഗൈസ്. കുറച്ചാരായി അമ്മ എന്നോട് പറയണത് ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു പ്രാവശ്യം അമ്മ എന്നെ പറ്റിച്ചാണ്. ഇപ്പഴാ മനസ്സിലായ അമ്മ ഒരു സർപ്രൈസ് തരുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ കട്ട് ചെയ്യാട്ടോ. എല്ലാവരും പാട്ടൊക്കെ പാടി, എല്ലാവരും എന്റെ ഫ്രണ്ട്സ് പാട്ടൊക്കെ പാടി. ആദ്യം ഞാൻ മിസ്സിനാണ് കേക്ക് കൊടുത്തത്. എന്നിട്ട് മിസ് എനിക്ക് വായിൽ വെച്ചായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മക്ക് കൊടുത്തു. എന്നിട്ട് എന്റെ ആന്റിക്ക് കൊടുത്തു. എന്നിട്ട് അമ്മ എല്ലാരും എന്റെ ഫ്രണ്ട്സിന് ഫുള്ളും കൊടുത്തു. എന്നിട്ട് എന്റെ സ്നേഹ മിസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സ്നേഹ മിസ്സിനും കൊടുത്തു. അപ്പൊ സ്നേഹ മിസ് ഞാനിത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പഴാ സ്നേഹ എന്നിട്ട് എന്റെ വായിൽ വെച്ച് വന്നു. അപ്പൊ എല്ലാവർക്കും അമ്മ കേക്ക് കൊടുക്കുവാണ് കേട്ടോ. എല്ലാ ഫ്രണ്ട്സും എന്റെ കേട്ടോ. ആലി റോസ് ഉണ്ട്, ഉത്തരുണ്ട്, അവനിയുണ്ട്, വരുണുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഭവ്യ ഉണ്ട് കേട്ടോ. ഭവ്യനെ എനിക്ക് എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവരൊക്കെ എല്ലാവരും എന്റെ ഫ്രണ്ട്സാണ്. ഏവർഷാമ, പിന്നെ എല്ലാവരും ഉണ്ട്. ഏബലി, പിന്നെ 2 പേരുണ്ട്. ഏബൽ ശ്യാമും ഉണ്ട്, പിന്നെ ഏബൽ ശ്യാമും ഉണ്ട്, പിന്നെ ഏബലുണ്ട്. എല്ലാവരും എന്റെ കൂട്ടുകാരാണ് ഗൈസ്. ഞാൻ ഒരു കാര്യം വിടാൻ മറന്നുപോയിട്ട്, ഭവ്യയും ആലിയും മുത്തരയും അവനിയും എല്ലാവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ചങ്കാണ് കേട്ടോ ഗൈസ്. അപ്പൊ അമ്മ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ആനിക്ക് കൊടുത്തു, ഉത്തര കൊടുത്തു, എനിക്ക് കൊടുത്തു, വരുണി കൊടുത്തു, അമ്മേക്കും കൊടുത്തു, ഭവ്യക്കും കൊടുത്തു. എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്ക് എന്തോ ചെയ്യണ പോലെ ഒരു ഇത് ഫീല് വന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാൻ നമ്മുടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അച്ഛനാണ് ഇവിടെ വീഡിയോ എടുത്തത്. എല്ലാരും കേക്ക് കഴിച്ചോണ്ടിരിക്കണേന് ചാച്ച അമ്മ എന്റെ കരിയെന്ന് ഇങ്ങനെ ചാച്ചയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾ എച്ചമ്മിന്റെ റൂമിലോട്ട് എല്ലാ മിസ്സുമാരിക്കും കേക്ക് കൊടുക്കാൻ പോയതാണ്. അവിടെ മിൽഡ മിസ് ഉണ്ടായിരുന്നു, സിന്ധു മിസ് ഉണ്ടായിരുന്നു, സ്നേഹ മിസ് ഉണ്ടായിരുന്നു, എല്ലാ ടീച്ചർമാരും ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിക്കുന്ന സദന മിസ്സും ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഇവര് വരുമെന്ന്. എനിക്ക് സന്തോഷമായിട്ടാ. മിസ്സുമാർക്ക് കേക്കൊക്കെ കൊടുത്ത് അമ്മയൊക്കെ പോവാൻ നിൽക്കുവാണ്. ഞാൻ അമ്മക്ക് ടാറ്റ കൊടുത്തപ്പോ എല്ലാ ഫ്രണ്ട്സും ഓടി വന്നട്ടോ. അപ്പൊ ഞാൻ എല്ലാവരെയും കൂടി വിളിച്ച് വാ 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 എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും കൂടി വിളിച്ചിട്ട് ആലി വന്നു, ഉത്തര വന്നിട്ടോ, അഭിനയൊക്കെ വന്നു. ഗൈസ് ഇവരൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗൈസ്. ഇത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.